അടുത്തതായി ക്രോമസോം മാപ്പിംഗ്. ക്രോമസോം മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണൊരു ക്രോമസോം മാപ്പ്? ലീനിയർ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സീക്വൻസ് ആൻഡ് റിലേറ്റീവ് ഡിസ്റ്റൻസ് ഓഫ് ദ വേരിയസ് ജീൻ. ജീനുകളുടെ സീക്വൻസുകളും ജീനുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസുകളും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പ്. അതെ, ഒരു ക്രോമസോമിലുള്ള ജീനുകളുടെ സീക്വൻസുകളും അവരുടെ റിലേറ്റീവ് ഡിസ്റ്റൻസുകളും ഒരു ജീനിൽ നിന്ന് അടുത്ത ജീനിലെ റിലേറ്റീവ് ഡിസ്റ്റൻസുകളും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പ്. ഒരിക്കൽ കൂടി പറയാം, ഇറ്റ് ഈസ് എ ലീനിയർ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. അത് ലീനിയർ ഓർഡറിലാണ് ക്രോമസോമുകളിൽ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. സോ അതിൻ്റെ മാപ്പും ലീനിയർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ലീനിയർ ആയിട്ട് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നടത്തുന്നു. എന്തിനെക്കുറിച്ച്? ദ സീക്വൻസ് ആൻഡ് റിലേറ്റീവ് ഡിസ്റ്റൻസ് ഓഫ് വേരിയസ് ജീൻ പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം. സോ ഒരു ക്രോമസോമിലുള്ള എല്ലാ ജീനുകളുടെയും അവരുടെ റിലേറ്റീവ് ഡിസ്റ്റൻസുകളും ആ ജീനുകളുടെ സീക്വൻസുകളും ലീനിയർ മെത്തേഡിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പ്. അപ്പോൾ അതിന് വേറെ പേരും കൂടി ഉണ്ട്, ലിങ്കേജ് മാപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പ്. സോ അതിൽ എത്രത്തോളം ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്, എത്രത്തോളം അല്ല, ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് ഈ ക്രോമസോം മാപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതിനെ ലിങ്കേജ് മാപ്പ് എന്നും അവരുടെ ആ ജീനുകളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ടും ജീനുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസും ജീനുകളുടെ സീക്വൻസും അറിയാൻ പറ്റുന്നത് കൊണ്ടും അതിനെ ജനറ്റിക് മാപ്പ് എന്നും പറയുന്നു. സോ ജനറ്റിക് മാപ്പ്, ലിങ്കേജ് മാപ്പ്, ക്രോമസോം മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഒരു ക്രോമസോമിലുള്ള ഡിഫറെൻറ്റ് ജീനുകളും അവരുടെ സീക്വൻസുകളും അവരുടെ റിലേറ്റീവ് ഡിസ്റ്റൻസുകളും ലീനിയർ ഓർഡറിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പ്. ആദ്യത്തെ ക്രോമസോം മാപ്പ് പ്രിപ്പയർ ചെയ്തത് കൺസ്ട്രക്ട് ചെയ്തത് നമ്മുടെ TH മോർഗൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ് ആൽഫ്രഡ് എച്ച് സ്റ്റുട്ട്വെൻറ്റ്. സോ TH മോർഗൻ്റെ സ്റ്റുഡൻ്റാണ് ആദ്യത്തെ ക്രോമസോം മാപ്പ് കൺസ്ട്രക്ട് ചെയ്ത്, ആൽഫ്രഡ് എച്ച് സ്റ്റുട്ട്വെൻറ്റ്. സോ ആൽഫ്രഡ് എന്ത് ചെയ്തു? ഹി യൂസ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയർസ്. ജീൻ പെയറുകൾ തമ്മിലുള്ള റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി യൂസ് ചെയ്തു ഓൺ ദ സെയിം ക്രോമസോം. ഒരേ ക്രോമസോമിലുള്ള ജീനുകളുടെ അല്ലെങ്കിൽ ജീൻ പെയറുകളുടെ റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ആസ് എ മെഷർ ഓഫ് ഡിസ്റ്റൻസ്. സോ തമ്മിൽ ഈ ജീൻ പെയറുകൾ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്, അവർ തമ്മിൽ എത്രത്തോളം റീകോമ്പിനേഷനുള്ള ചാൻസ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്. അത് വെച്ചിട്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് അതിനെ മാപ്പ് ദെയർ പൊസിഷൻ ഓൺ ദ ക്രോമസോം. ഒരു ക്രോമസോമിലെ ജീനിൻ്റെ ലൊക്കേഷൻ, ജീനിൻ്റെ സീക്വൻസ് എല്ലാം മനസ്സിലാക്കി ഒരു ക്രോമസോം മാപ്പായിട്ട് കൺസ്ട്രക്ട് ചെയ്തു. അതിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് ജീൻ പെയറുകൾ, ഒരേ ക്രോമസോമിലുള്ള ജീൻ പെയറുകളുടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിച്ചത്. സോ ജീൻ പെയറുകളുടെ ഒരേ ക്രോമസോമിലുള്ള ജീൻ പെയറുകളുടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, നമ്മൾ പറഞ്ഞ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ലിങ്കേജ് കുറവാണ് എന്നർത്ഥം. ലിങ്കേജ് കുറവാണെങ്കിൽ മാത്രമേ റീകോമ്പിനേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ. സോ അത് വെച്ചിട്ട് അദ്ദേഹം ഈ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതിനനുസരിച്ച് അതിനെ മാപ്പായിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഈ പറഞ്ഞ മെത്തേഡ് ഓഫ് പ്രിപ്പയറിങ് മാപ്പ് ഓഫ് സ്പീഷീസ്, ഒരു സ്പീഷീസിൻ്റെ ക്രോമസോം മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോമസോം മാപ്പിംഗ്. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഈ പറഞ്ഞ ജീനുകളുടെ ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ ജീൻ പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിന് ക്രോമസോം മാപ്പിംഗ് എന്ന് പറഞ്ഞു. സോ ഓരോ സ്പീഷീസിൻ്റെയും ഇങ്ങനെ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രോമസോം മാപ്പിംഗ് എന്ന് പറയുന്നു. ഈ പറഞ്ഞ ക്രോമസോം മാപ്പ് നമ്മൾ എക്സ്റ്റെൻസീവ്ലി ജീനോമുകൾ, ഓരോ ഓർഗാനിസത്തിൻ്റെ ജീനോമുകളെ സീക്വൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓരോ ഓർഗാനിസത്തിലുള്ള ജീനുകളും അതിൻ്റെ ജീനോമുകളും എങ്ങനെയാണ്, ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത്, എത്രത്തോളം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉണ്ട്, എല്ലാം നമുക്ക് ഈ ക്രോമസോം മാപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ സീക്വൻസിങ് ഓഫ് ജീനോം ഓഫ് ഓർഗാനിസത്തിൻ്റെ ജീനോമുകളെ സീക്വൻസ് ചെയ്യാനായിട്ട് നമുക്ക് ക്രോമസോം മാപ്പ് സഹായിക്കും. അങ്ങനെ നമുക്ക് ഹോൾ ജീനോം, നമ്മുടെ ഹ്യൂമൻ ജീനോം സീക്വൻസ്,
നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ജീനോമുകളും സീക്വൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം സീക്വൻസിങ്. നമ്മൾ ഇത് ഹ്യൂമൻ ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ HGP എന്ന് പറഞ്ഞ് പഠിക്കും. ഹ്യൂമൻ ജീനോം സീക്വൻസിങ് അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലെല്ലാം നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ക്രോമസോം മാപ്പ്. സോ എക്സ്റ്റെൻസീവായിട്ട് നമ്മുടെ HGP ഹ്യൂമൻ ജീനോം സീക്വൻസിൽ നമ്മൾ ഈ പറഞ്ഞ ക്രോമസോം മാപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രോമസോം മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതാണ് ക്രോമസോം മാപ്പ്.